അപ്പോ കൂട്ടുകാരെ നമ്മളിപ്പോ ഫസ്റ്റ് സ്റ്റേജ് ബോട്ടം ലെയർ മിഡിൽ ലെയർ സോൾവ് ചെയ്ത് നമ്മൾ യെല്ലോ ക്രോസ് ആക്കി. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഫുൾ യെല്ലോ മാച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേജ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ശ്രദ്ധാപൂർവം കേൾക്കുക. അപ്പോൾ അതിന് പല പല നമ്മളിപ്പോൾ കഴിഞ്ഞതിനകത്ത് പല പല പൊസിഷൻസിൽ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതിൽ നമ്മൾ പല പല പൊസിഷൻസ് വരും. ഇപ്പോൾ നമുക്ക് ക്രോസ് പൊസിഷൻ മാത്രമാണ് കിട്ടിയേക്കുന്നത്. നമ്മൾ ക്രോസ് പൊസിഷൻ ചെയ്യേണ്ട വരുമ്പോൾ നമ്മൾ എങ്ങനെ പിടിച്ചത് അൽഗോരിതം അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ക്രോസ് പൊസിഷന് നേരെ ഇത് കണ്ടോ, ഈ രണ്ട് യെല്ലോ കണ്ടോ, ഈ ക്രോസ് പൊസിഷന് നേരെ ഇപ്പോസിറ്റ് രണ്ട് ഇത് വരും, രണ്ട് യെല്ലോ വരും കണ്ടോ. ഇങ്ങനെ പിടിക്കുക, അതായത് ഇവിടെയൊന്നും യെല്ലോ ഇല്ല, ഈ രണ്ട് യെല്ലോ വന്നേക്ക്. നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെയാണ് നിങ്ങൾക്ക് ക്രോസ് കിട്ടിയിരുന്നെങ്കിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേരെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ യെല്ലോ കിട്ടും. അപ്പൊ നമ്മൾ ഈ യെല്ലോ ലെഫ്റ്റ് സൈഡ് വരുന്ന രീതിയിൽ നിങ്ങൾ ഫേസ് ചെയ്ത് പിടിച്ചിട്ടാണ് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ അൽഗോരിതം അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൽ പല പല സിറ്റുവേഷൻ വരെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൽ വരാത്ത സിറ്റുവേഷൻ നിങ്ങൾക്ക് ഞാനത് ഇമേജസ് ആയിട്ട് കാണിച്ചു തരാം, ഇമേജസ് ആയിട്ട് ഇടുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ആ സിറ്റുവേഷൻ വരുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ആ സെയിം അൽഗോരിതം അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് ഒരു അൽഗോരിതം മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഇത് ഫുൾ യെല്ലോ ആക്കാൻ വേണ്ടി നമ്മൾ ഒരു അൽഗോരിതം മാത്രം അപ്ലൈ ചെയ്താൽ മതി. ആ അൽഗോരിതം ഞാൻ ഇതിൽ ചെയ്യുന്ന സമയത്ത് കാണിക്കും. ഓക്കെ, നമ്മൾ ചെയ്യേണ്ട ഞാൻ പറഞ്ഞ പോലെ പിടിക്കുക. ഓക്കെ, അതിനുശേഷം ആർ, ഓക്കെ, ആർ ചെയ്യുക, യു, ആർ ഡാഷ്, യു, ആർ, അടുത്ത U2, അതായത് യു രണ്ട് പ്രാവശ്യം, U2 കണ്ടോ, U2. അതിനുശേഷം നമ്മൾ R2, അതായത് R2 എന്ന് പറയുമ്പോൾ 1 2, R2 സംഭവം അപ്ലൈ ചെയ്യുക. ഓക്കെ, ഈ അൽഗോരിതം നമ്മൾ അപ്ലൈ ചെയ്യുക. സോ ഇപ്പോൾ നമുക്ക് ആ അധിക ചിഹ്നം, ഈ ക്രോസ് എന്ന് പറയുന്ന സാധനത്തിൽ നിന്ന് നമുക്ക് നേരെ ഇവിടെ കണ്ടോ ഒരു എക്സ്ട്രാ ഒരു യെല്ലോ നമുക്ക് ഇവിടെ വന്നുണ്ടോ. സോ ഇവിടെ ഈ ഒരു യെല്ലോ നമുക്ക് കിട്ടിയിരിക്കുകയാണ്, ഇത് കണ്ടോ ക്രോസ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റേജ് നമ്മൾ വരികയാണ്. നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റേജ് വരുമ്പോൾ നമ്മൾ സെയിം അൽഗോരിതം തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ പക്ഷെ പിടിക്കുന്ന പൊസിഷനിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ടോ നമ്മൾ നേരെ ഇങ്ങനെ പിടിച്ചിട്ടോ ഒന്നും ചെയ്യരുത്. കറക്റ്റ് നമ്മൾ ക്രോസിന്റെ ഈ ലെഫ്റ്റ് സൈഡിൽ ഈ യെല്ലോ കണ്ടോ, ഈ ക്രോസിന്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കോർണറിൽ യെല്ലോ വന്ന് ആ രീതിയിൽ വെച്ചിട്ട് വേണം മാത്രം നമ്മൾ അൽഗോരിതം അപ്ലൈ ചെയ്യാനായിട്ട്. സോ ഞാൻ അൽഗോരിതം അപ്ലൈ ചെയ്യാൻ വേണം ഓൾറെഡി ഞാൻ കാണിച്ചു തന്നായിരുന്നു. ആർ, യു, ആർ ഡാഷ്, യു, ആർ, U2. ഓക്കെ, സോ U2, സോ R2, R2. ഓക്കെ, സോ കണ്ടോ R2 അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കണ്ടോ കറക്റ്റ് നമ്മുടെ യെല്ലോ മാച്ചപ്പ് ആയിട്ട് നമുക്ക് കിട്ടിയേക്കാണ്. അപ്പോൾ നമ്മുടെ യെല്ലോ മാച്ച് ചെയ്യുന്ന സ്റ്റേജ് നമ്മുടെ കഴിഞ്ഞൊക്കെയാണ്. സോ ഞാൻ ലാസ്റ്റ് വരുന്ന R2 പറഞ്ഞ് നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായെന്ന് എനിക്കറിയാം. അത് നമ്മൾ ജസ്റ്റ് ലോജിക് അനുസരിച്ച് നമ്മൾ തിരിച്ച് ആ വൈറ്റോട്ടൊന്ന് മാച്ചപ്പ് ചെയ്താൽ മതി, നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ 2 കേസസ് മാത്രമേ വന്നുള്ളൂ. യെല്ലോ ക്രോസ് ചെയ്യാൻ വന്നപ്പോൾ 2 കുരിശ് വന്നു, കുരിശിനോട് ഇവിടെ വരുന്ന ഒരു കേസ് വന്നു. ഇനി വേറെ കുറച്ച് കേസസ് വരും. അതിന് ഞാൻ ഇമേജ് പ്രസന്റേഷൻ ആയിട്ട് നിങ്ങളെ കാണിക്കാം. നിങ്ങൾ നോക്കി മനസ്സിലാക്കിയാൽ മതി. ഇവിടെ യെല്ലോ വന്നാൽ എന്താ ചെയ്യേണ്ടത്, ഇവിടെ മൊത്തം യെല്ലോ, ഈ രണ്ട് സൈഡിലും യെല്ലോ വന്നിട്ട് ഇവിടെ മാത്രം യെല്ലോ വന്നാൽ എങ്ങനെ പിടിച്ചിട്ടാ ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽസ് ഞാൻ ഇടാം. അപ്പോൾ നമ്മുടെ യെല്ലോ ക്രോസ് ചെയ്യുന്ന സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ചെയ്യേണ്ട നമ്മുടെ ഈ ഇത് കണ്ടോ, ഇവിടെ ഓൾറെഡി സോൾവ് ആയി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ 2 കോർണർ മാച്ച് ചെയ്യാന്നാണ്. ഇത് കണ്ടോ, ഓൾറെഡി ഇവിടെ കോർണർ നമുക്ക് മാച്ച് ആയിട്ട് കിട്ടി. ഇവിടെ കോർണർ മാച്ചപ്പ് ആയിട്ട് കിട്ടുക എന്നതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. നിങ്ങൾക്ക് അറിയാലോ, ഇത് കോർണർ ആണ്, ഇത് എഡ്ജ് ആണ് എന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നായിരുന്നു. അപ്പൊ നമ്മൾ കോർണർ മാച്ചപ്പ് ചെയ്യാന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഈ ഓറഞ്ചും ഈ ഓറഞ്ച് കോർണറും കണ്ടോ, ഇതിന്റെ കോർണർ തമ്മിൽ മാച്ചായി. ഇത് കണ്ടോ, ഇതിന്റെ കോർണർ തമ്മിൽ മാച്ചായി, ഇതിന്റെ കോർണർ തമ്മിൽ മാച്ചായി, ഇതിന്റെ കോർണർ തമ്മിൽ മാച്ചായി. കണ്ടോ, ചില കേസസിൽ ഇതിന്റെ കോർണർ തമ്മിൽ മാച്ച് ആകത്തില്ല. സോ ഇതിന്റെ കോർണർ തമ്മിൽ മാച്ച് ആയില്ലെങ്കിൽ നമ്മൾ അൽഗോരിതം അപ്ലൈ ചെയ്യണം. അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇമേജ് പ്രസന്റേഷൻ വഴി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആക്ച്വലി ഇവിടെ ഓൾറെഡി കോർണർ നമുക്ക് മാച്ചപ്പ് ആയി വന്നത് കൊണ്ട്
ഇനി ഞാനത് ചെയ്യണമെന്നില്ല. ആക്ച്വലി നമുക്ക് കോർണർ മാച്ചപ്പ് ആയിട്ട് കിട്ടി. ആ സ്റ്റെപ്പ് നമ്മൾ സ്കിപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇമേജസ് പ്രസന്റേഷൻ ആയിട്ട് അതിന്റെ അൽഗോരിതം എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു എക്സ്ട്രാ ഞാനത് ആ ഒരു ഓപ്ഷൻ വഴി വളർത്തിയിട്ട് അതിന്റെ ഒരു എപ്പിസോഡ് കൂടി ഞാൻ ചെയ്യാം. കോർണർ മാച്ച് ആകാണ്ട് വരുമ്പോൾ ചെയ്യേണ്ട അൽഗോരിതം കൂടി അപ്ലൈ ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ ആക്ച്വലി കോർണർ മാച്ചപ്പ് ആണ്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത്, ഇനി കണ്ടോ കോർണർ മാച്ചപ്പ് ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ട എഡ്ജ് മാച്ചപ്പ് ചെയ്താൽ മതി. കണ്ടോ ഇവിടെ ഇവിടെ നമ്മൾ മാച്ച് ചെയ്താൽ മതി. ഈ എഡ്ജ് കോർണർ മാച്ച് ആയി. ഇനി എഡ്ജിൽ മാത്രമേ ഇനി വ്യത്യാസമുള്ളൂ. കണ്ടോ ഈ എഡ്ജിൽ മാത്രം കളർ കറക്റ്റ് ആയാൽ മതി. ഇവിടെ ഇവിടെ വെല്ലോ വന്ന് ഉണ്ടാവും. ഇവിടെ ഇനി ഇവിടെ കൂടി ഓറഞ്ച് കിട്ടിയാൽ മതി. അതിന്റെ സ്റ്റെപ്പിലേക്കാണ് നമ്മൾ അടുത്ത് പോകുന്നത്. നിങ്ങൾ ഇത്രയും പഠിക്കുക. സോ ഈ കോർണർ ഇവിടെ ഇവിടെ റെഡും ഇവിടെ ചിലപ്പോൾ ബ്ലൂ വരും. അങ്ങനെ കോർണർ മാച്ച് ആകാതെ വരുന്ന സ്റ്റെപ്പ് ഞാൻ ഒന്ന് ഇപ്പം ഷഫിൾ ചെയ്ത് ചെയ്യുമ്പോൾ വരുമ്പോൾ ഞാനത് ചെയ്തിട്ട് ഒരു എപ്പിസോഡായിട്ട് ഇടാം. ഓക്കെ, അത് ഇവിടെ നിങ്ങൾ ചെയ്യുമ്പോൾ, നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ അങ്ങനെ വരും. എങ്ങനെ ചെയ്യണമെന്ന് കൂടെ സ്റ്റെപ്പ് ഇടാം. സോ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കിടക്കാൻ പോകുന്നത് ഈ എഡ്ജ് മാച്ചപ്പ് ചെയ്യുന്ന സ്റ്റെപ്പിലേക്കാണ്. ഈ ഓറഞ്ച് ഇവിടെ എഡ്ജ് വരുന്ന രീതിയിലുള്ള സ്റ്റെപ്പിലേക്കാണ്. സോ ബൈ, നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ.